വാട്സൺ ആൻഡ് ക്രിക്ക് ഈ പേര് കേൾക്കാത്തവർ വളരെ ചുരുക്കമായിരിക്കും, പ്രത്യേകിച്ചും ബയോളജി പഠിക്കുന്ന ആളുകൾ. നമുക്കറിയാം DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ. DNA എന്ന് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു കോണിപ്പടി രൂപത്തിലുള്ള ആ ഒരു മോഡൽ ഉണ്ടല്ലോ, അത് കണ്ടുപിടിച്ചത് ഈ രണ്ടു പേരായിരുന്നു, വാട്സൺ ആൻഡ് ക്രിക്ക്. ഇതിൽപ്പെട്ട ഒന്നാമത്തെ വ്യക്തിയായ ജെയിംസ് വാട്സൺ, അദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 97ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെടുന്നത്. ഈ ഒരു വിപ്ലവകരമായ കണ്ടുപിടുത്തം DNA-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ജെനറ്റിക്സ്, അതുപോലെ തന്നെ നമ്മുടെ ജീനുകൾ, ജീൻ എഡിറ്റിംഗ്, ഇങ്ങനെയുള്ള വലിയ രൂപത്തിലേക്ക് നമ്മുടെ പഠനം മുന്നോട്ട് പോകുമ്പോഴും ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ച നമ്മുടെയൊക്കെ കോഡിംഗ്, നമ്മുടെയൊക്കെ ജെനറ്റിക് കോഡിംഗ്, അതിൻ്റെയൊക്കെ പഠനത്തിനുള്ള തുടക്കം കുറിച്ച പ്രധാന രണ്ട് വ്യക്തിയിൽപ്പെട്ട ഒരാളാണ് ജെയിംസ് വാട്സൺ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം മരണപ്പെട്ടിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും വളരെ പ്രചോദനം നൽകേണ്ടുന്ന ഒരു ജീവിതമാണ് ജെയിംസ് വാട്സൻ്റേത്. അദ്ദേഹത്തിൻ്റെ ചില കോൺട്രവേഴ്സ്യലായിട്ടുള്ള ചില റിമാർക്സ് ഉണ്ട്. പക്ഷേ അതൊക്കെ മാറ്റിവെച്ചാൽ നമുക്ക് അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തം 1962 നോബൽ പ്രൈസ് നേടിയ ഒരു കണ്ടുപിടുത്തമായിരുന്നു അത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ DNA-യുടെ ഡബിൾ ഹെലിക്കൽ മോഡൽ അദ്ദേഹം കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് വെറും 24 വയസ്സായിരുന്നു. 24ാം വയസ്സിലാണ് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന, ഇന്നും നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മോഡൽ അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത്.